എല്ലാം നശിപ്പിച്ചില്ലേ നീ? നിന്റെ മുതലാളി ഈ ഊരിന്റെ മുക്കും മൂല എഴുതി വാങ്ങിയില്ലേ? നിന്നെയും പറഞ്ഞു പറ്റിക്കുമായിരുന്നു. സന്തോഷായില്ലേ? സംസാരിച്ചെല്ലാം ശരിയാക്കിട്ട് വാടാ. നിന്നോടാ സംസാരിക്കുന്നത്. ഇത്രയും കേട്ടിട്ടൊന്നും പറയാനില്ലേ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ? ഇനി ഈ ഭൂമിയിൽ നമുക്കൊരവകാശവും ഇല്ല. പിഴച്ചവൻ ഈ ഭൂമിയെല്ലാം എഴുതി വാങ്ങി അവന്റെ പേരിലാക്കിയില്ലേ? ഭൂമി മാത്രമല്ല, ഗുരുവായി കൊന്നതും. കൈ കിട്ടുന്നവൻ എല്ലാത്തിനും തട്ടിക്കോളാം. ആ പിഴച്ചവനെ ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് എന്താ കാര്യം? നിനക്ക് എന്താ പറ്റിയേ? ആ പിഴച്ചവന്റെ വീട്ടിൽ കയറി വിട്ടാം. വാടാ. നമ്മൾ അങ്ങോട്ട് പോകണ്ട. ശിവ, നീ എന്താ ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കുന്നെ? കഴിഞ്ഞൊന്നിന് മനസ്സിൽ വെക്കരുത് സാർ. തെറ്റുപറ്റി. എൻ്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, കാട്ടിലെ കൽദൈവത്തെ പ്രാർത്ഥിച്ചാൽ ദൈവം സംസാരിക്കുന്ന. ഞാൻ കേട്ടു കാടിൻ്റെ ശബ്ദം. ഞാനും കൽദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ആ ശബ്ദം കേൾക്കുമോ? നിങ്ങളുടെ വിശ്വാസങ്ങൾ വ്യത്യസ്തമാണ് ശിവ. അതിൻ്റെ അസ്തിത്വം ഒന്നാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ച ഇവരെ സഹായിക്കില്ലേ സാർ? വരുന്നുണ്ട്. ഇവനും ഇവറ്റകളുടെ കൂടെയാണ്. ശിവ, നീ എന്നോട് വരാൻ പറഞ്ഞില്ലേ? ഇവർക്കിപ്പോ കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ? ഇനി എന്താ സംസാരിക്കാനുള്ളത്? നീ ഒരു കാര്യം ചെയ്യ്. എന്റെ ഭൂമിയിലിരിക്കുന്ന ആ കല്ല് കഷ്ണമില്ലേ, അതെടുത്ത് ഊരി വിട്ട് പോയിക്കോ. ഞങ്ങളോട് ഈ മണ്ണ് വിട്ടു പോകാൻ പറയാൻ നീ ആരാടാ? ഞാൻ ആരാണ് എന്താണെന്നൊക്കെ നീ മറന്നു കാണും. മറക്കാതിരിക്കാൻ മാത്രം നീ എന്താടാ ചെയ്തത്? എന്താടാ നീ ചെയ്തത്? ഞങ്ങളുടെ ഭൂമി കയ്യേറി, എന്റെ മോനെ കൊന്നു, ഞങ്ങളുടെ എല്ലാം കട്ടുപിടിച്ച് കയ്യേറി. ഏയ്, മിണ്ടാതിരിക്കട പിഴച്ചോമാരെ. ദാനം കിട്ടിയ സ്ഥലത്ത് നിന്ന് നിനക്ക് എന്നോട് ഇതൊക്കെ പറയാമെങ്കിൽ പിന്നെ ഞാൻ എന്തൊക്കെ പറയണം? എന്താ ഈ ഫോറസ്റ്റ് ഓഫീസറുടെ ധൈര്യത്തിലാണ് നിന്റെയൊക്കെ സംസാരം? നീ ഇവിടെ വന്ന് എന്ത് ധൈര്യത്തിലാണ് സംസാരിക്കുന്നത് എനിക്കറിയില്ല. ആളി കത്തുന്ന തീയാണ്. ഞാൻ അധികം സമയം വേണ്ട. നിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കുമാറെ, നിങ്ങൾക്കെല്ലാവർക്കും ചെവി കേൾക്കാമല്ലോ അല്ലേ? തീയുടെ കാര്യം പറയുന്നേ. കത്തിച്ച് കളയ ശോമേ, കത്തിച്ച് കളയടാ.